Dear students, welcome to Learner's World. In this video, I'm going to talk about solved textual questions and activities. Part 2, Dreams Realized, Unit 2, Winds of Change, Non-Standard English, New Textbook, Kerala Syllabus. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ദ ടാബിൾ ബിലോ, താഴെ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഗാന്ധിജി നോൺ വയലൻസ് ഈസ് ഡാഷ്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ആൻസർ. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ നോൺ വയലൻസ്, അഹിംസ എന്ന് പറയുന്നത് എന്താണെന്ന് അതിൽ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിവിടെ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ അക്കോർഡിംഗ് ടു ഗാന്ധിജി റിയൽ എഡ്യൂക്കേഷൻ ഈസ്, യഥാർത്ഥ വിദ്യാഭ്യാസം എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. According to Gandhiji, non-violence was no weapon of the weak but of the strongest. That strength was not mere strength of muscle. To a non-violent man, strength of muscle is not necessary, but a strong heart is an absolute necessity. അപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് മിസ്റ്റേക്ക് ഉണ്ട്. ഹാർട്ട് എന്ന് പറയുന്നത് HEART ആണ്, സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ നോൺ വയലൻസ് എന്ന് പറയുന്നത് ഒരിക്കലും വീക്കായിട്ടുള്ള, ദുർബലരായിട്ടുള്ള ആളുകളുടെ ഒരു ആയുധമല്ല, മറിച്ച് സ്ട്രോങ്ങസ്റ്റ്, അതായത് ഏറ്റവും ശക്തിയുള്ളവൻ്റെ ആയുധമാണ് നോൺ വയലൻസ്, അഹിംസ എന്നാണ് പറയുന്നത്. ദാറ്റ് സ്ട്രെങ്ത് വാസ് നോട്ട് മിയർ സ്ട്രെങ്ത് ഓഫ് മസിൽ. അപ്പോൾ ഈ ഒരു നോൺ വയലൻസിന് മസിൽ പവർ ആവശ്യമില്ല, പകരം മെൻ്റൽ സ്ട്രെങ്ത്, മെൻ്റൽ പവറാണ് ആവശ്യം. To a non-violent man, strength of muscle is not necessary, but a strong heart is an absolute necessity. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർട്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആണ് ഒരു നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ആവശ്യം. ഓക്കെ, നെക്സ്റ്റ്. According to Gandhiji, real education consists of not in packing the brain with facts and figures, not in passing examinations by reading numerous books, but in developing character. അപ്പോൾ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം റിയൽ എഡ്യൂക്കേഷൻ, യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും ബുക്കുകൾ വായിച്ച് ഫാക്ട്സും ഫിഗേഴ്സും കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുന്നത് മാത്രമല്ല, അതല്ല റിയൽ എഡ്യൂക്കേഷൻ, അതല്ല യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, മറിച്ച് ഡെവലപ്പിംഗ് ക്യാരക്ടർ, ഒരാളുടെ സ്വഭാവ രൂപീകരണം, ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് റിയൽ എഡ്യൂക്കേഷൻ ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗാന്ധിജീസ് മെസ്സേജ് ഓഫ് നോൺ വയലൻസ് ടു ദ യൂത്ത്? എന്തായിരുന്നു ഗാന്ധിജിയുടെ മെസ്സേജ്, നോൺ വയലൻസ് മെസ്സേജ് എന്തായിരുന്നു യൂത്തിനോട്, യുവതലമുറയോട്? Gandhi says to the youth that if they explore the possibilities of non-violence, they will find that without character it will prove a profitless study. അപ്പോൾ ഗാന്ധി യുവതലമുറയോട്, യൂത്തിനോട് പറയുന്നത്, നിങ്ങൾ നോൺ വയലൻസിൻ്റെ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഇല്ലാതെ, അതായത് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം ആണ് ഈ നോൺ വയലൻസിനുള്ളത്. അപ്പോൾ അതില്ലെങ്കിൽ ഒരു പ്രോഫിറ്റ്ലെസ് സ്റ്റഡിയായി മാറും, അതായത് ഒരു ലാഭമില്ലാത്ത ഒരു പഠനമായിട്ട് മാറും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇൻ എ മൂവ്മെൻറ്റ് സച്ച് എസ് ഗാന്ധിജി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് ആർ കണ്ടക്ട് ഇൻ ഇന്ത്യ, ദേ നീഡ് ദ ഇൻ്റലക്ച്വൽ സിമ്പതി ഓഫ് ദ ഹോൾ വേൾഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Gandhiji is of the opinion that real education caters to the development of one's character. How far is this true of yourself? Explain based on your own experience. അതായത് ഗാന്ധിജി പറയുന്നുണ്ട് റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ഒരാളുടെ സ്വഭാവ രൂപീകരണമാണ് ഈ ഒരു റിയൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം ശരിയാണെന്ന് തോന്നുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ അനുഭവം വെച്ചിട്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. ഓക്കെ, അക്കോർഡിംഗ് ടു ഗാന്ധിജി, റിയൽ എഡ്യൂക്കേഷൻ ഡെവലപ്സ് വൺസ് ക്യാരക്ടർ. ഇൻ മൈ എക്സ്പീരിയൻസ് ദിസ് ഈസ് ട്രൂ ആസ് അവർ സ്കൂൾ ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് സച്ച് എസ് ഓണസ്റ്റി, എമ്പതി ആൻഡ് റെസ്പോൺസിബിലിറ്റി ത്രൂ both academic and extracurricular activities. This holistic approach helps us grow into good individuals. അപ്പോൾ ഗാന്ധിജി പറഞ്ഞത് വളരെയധികം ശരിയാണ്. റിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ സ്വഭാവ രൂപീകരണമാണ്, ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ്.
അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്കൂളുകളിൽ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. ഓണസ്റ്റി, എമ്പതി, അതുപോലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള കഴിവ്, ഇതൊക്കെ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു വ്യക്തിക്ക് വളരാനുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ഗാന്ധിജീസ് ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ യൂസ് ഓഫ് സ്പിന്നിങ് വീൽ? അതായത് ഗാന്ധിജിയുടെ ജസ്റ്റിഫിക്കേഷൻ, ന്യായീകരണം എന്തായിരുന്നു? അതായത് സ്പിന്നിങ് വീൽ ഉപയോഗിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ജസ്റ്റിഫിക്കേഷൻ എന്തായിരുന്നു? ചാർലി ചാപ്ലിൻ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, എന്താണ് താങ്കൾ മിഷനറിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം സ്പിന്നിങ് വീലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഗാന്ധിജി കൊടുത്തിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Gandhi was against machinery. He explains the use of spinning wheel. The 6 months unemployment of the whole peasant population in India made it important for Gandhi to restore them. He believed that in cloth and food, every nation should be self-contained. India was self-contained and want to be so again. അപ്പോൾ ഗാന്ധി മിഷനറിക്ക് എതിരായിരുന്നു. അതിന് കൊടുത്തിട്ടുള്ള ജസ്റ്റിഫിക്കേഷനാണ് സ്പിന്നിങ് വീലൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ ഒരുപാട് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലി കിട്ടുകയും 6 മന്തോളം ഒരുപാട് കർഷകർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു ജോലി കിട്ടി, അവർക്ക് ഫുഡ്, അതുപോലെ വസ്ത്രങ്ങൾ, ഇതൊക്കെ ഈസി ആയിട്ട് ലഭിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു സ്പിന്നിങ് വീല് ഉപയോഗിക്കുന്നതിലൂടെ. അവരൊക്കെ സ്വയം പര്യാപ്തത കൈവരിക്കുക, ഒരു സ്വയം പര്യാപ്തത നേടിയിട്ടുള്ള ഒരു നേഷൻ എന്നുള്ളതായിരുന്നു ഈ ഒരു സ്പിന്നിങ് വീലിലൂടെ ഗാന്ധി ലക്ഷ്യം വെച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ മീറ്റിംഗ് ബിറ്റ്വീൻ ഗാന്ധിജി ആൻഡ് ചാപ്ലിൻ. ചാർലി ചാപ്ലിനും ഗാന്ധിജിയും തമ്മിലുള്ള ആ ഒരു മീറ്റിംഗ്, അതിനെക്കുറിച്ചിട്ട് വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗാന്ധി agreed to meet Chaplin after learning that Chaplin came from the people and lived for the people, making millions laugh. ഗാന്ധിയെ ചാപ്ലിൻ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ചാപ്ലിന്. അപ്പോൾ ഗാന്ധി ചാപ്ലിനെ കുറിച്ചിട്ട് പഠിച്ച ശേഷം ഗാന്ധിക്ക് മനസ്സിലായി. ഗാന്ധി എഗ്രി ചെയ്തു അവരുടെ ആ ഒരു മീറ്റിംഗ്, അവർക്ക് കണ്ടുമുട്ടാമെന്നുള്ള നിലയിലെത്തി. ചാപ്ലിൻ എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആളുകളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ചാപ്ലിൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് വൈ ഗാന്ധി വാസ് എഗെയിൻസ്റ്റ് മിഷനറി. അപ്പോൾ ചാർലി ചാപ്ലിൻ ആദ്യമായിട്ട് ഗാന്ധിനെ കാണുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഗാന്ധി മിഷനറിക്ക് എതിരായിട്ടുണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു. ഗാന്ധി എക്സ്പ്ലെയിൻ ഹി വാണ്ടഡ് ടു ഹെൽപ്പ് അൺഎംപ്ലോയിഡ് പേഴ്സൺസ് ആൻഡ് ബിലീവ്ഡ് എവറി നേഷൻ ഷുഡ് ബി സെൽഫ് സഫിഷ്യൻസി ഇൻ ക്ലോത്ത് ആൻഡ് ഫുഡ്. അപ്പോൾ ഗാന്ധി മറുപടി നൽകിയത് ഇങ്ങനെയാണ്. 6 മന്തോളം ആയിട്ട് ഒരുപാട് കർഷകർ അൺഎംപ്ലോയിഡാണ്, ജോലിയില്ലാതെ പട്ടിണിയിലായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഫുഡ്, ക്ലോത്ത്, ഇതൊക്കെ നേടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മെഷീനറിക്ക് എഗെയിൻസ്റ്റ് ആയത്. അദ്ദേഹം സ്പിന്നിങ് വീലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിലൂടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടും, അവർക്ക് ഫുഡ്, ക്ലോത്ത്, ഇതൊക്കെ അവൈലബിൾ ആകും. അങ്ങനെ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഒരു സ്വയം പര്യാപ്തത നേടിയിട്ടുള്ള ഒരു നേഷൻ ആക്കി മാറ്റാനാണ് മെഷീനറിക്ക് എഗെയിൻസ്റ്റ് ആയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.